എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഭാഗമായ ആയങ്കോണം മുതൽ വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലം വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി, മുക്കട, കടമ്പാട്ടുകോണം എന്നീ ഭാഗങ്ങളിലെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഐക്കാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. NH66ൻ്റെ ഭാഗമായ ആറ്റിങ്ങൽ ബൈപ്പാസ് ആരംഭിക്കുന്നത് കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് ആയങ്കോണം എന്ന ഭാഗത്തു നിന്നാണ്. വീഡിയോ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. 6 മാസത്തിന് മുന്നെയാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോൾ RKC എന്ന കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. വർക്ക് എല്ലായിടങ്ങളിലും പുരോഗമിക്കുന്നുണ്ട്. ആയങ്കോണം ജംഗ്ഷനിൽ ഒരു ഓവർപാസ് വരുന്നത്. ഓവർപാസ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗർഡറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓവർപാസിൻ്റെ മുകളിൽ കൂടി മണമ്പൂർ റോഡും താഴെക്കൂടെ മെയിൻ ഹൈവേയുമായിരിക്കും കടന്നു പോകുന്നത്. ഇവിടെ സർവീസ് റോഡ് ഒരു സൈഡിൽ ഉയർന്നും മറ്റൊരു സൈഡിൽ താഴ്ന്നുമായിരിക്കും പോകുന്നത്. ഓവർപാസ് നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രാരംഭ ഘട്ടമായി ഡൈവേർഷൻ റോഡുകൾ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലെയും സർവീസ് റോഡ് പൂർണ്ണമായും മഴയിൽ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി പുതുതായി റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് അതിൽ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുക. ഇവിടെ നിന്നും 1/2 കിലോമീറ്ററോളം ദൂരം വർക്കുകളൊന്നും നടക്കുന്നില്ല. കംപ്ലീറ്റായി ചെളി മൂടി കിടക്കുകയാണ്. ഒരു സൈഡിൽ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിച്ചതാണ്. ഇപ്പോൾ അവിടെ വർക്കിനായി ആരെയും കാണുന്നില്ല. ഇടവിട്ട് പെയ്യുന്ന മഴ പലപ്പോഴും വർക്ക് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിനായി ടെമ്പററിയായി ഒരു വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് പോകുന്നത്. അതുകൊണ്ട് വീഡിയോയിൽ ചെറിയ ഷേക്ക് അനുഭവപ്പെടും. ദയവായി ക്ഷമിക്കുക. കുറച്ച് ഭാഗം മാത്രമേ ഇതുപോലെ ചെളിയായി കിടപ്പുള്ളൂ. അത് കഴിഞ്ഞാൽ താറിട്ട റോഡാണ്. ഇപ്പോൾ കാണുന്നത് ആയങ്കോണം ഡയറക്ഷനിലേക്കുള്ള വ്യൂ ആണ്. ആയങ്കോണത്ത് നിന്നും കൃത്യം 1 കിലോമീറ്റർ എത്തുമ്പോഴാണ് ആദ്യത്തെ അണ്ടർപാസ് വരുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തെ ഫസ്റ്റ് ലെയർ താറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇനി നിർമ്മാണ പ്രവൃത്തികൾ നടക്കേണ്ടതുണ്ട്. റൈറ്റ് സൈഡിൽ സർവീസ് റോഡ് അല്പം ഉയരത്തിലാണ് കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്തതായി കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള സർവീസ് റോഡ് അല്പം താഴ്ന്നാണ് പോകുന്നത്. ഇവിടെ നിന്നും മുന്നോട്ട് പോയി നോക്കാം. ആറ് മാസത്തിന് മുന്നേ ചെയ്ത വീഡിയോയിൽ അണ്ടർപാസിൻ്റെ ഒരു സൈഡിൽ കംപ്ലീറ്റായി താറിങ് വർക്കുകൾ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ കുറച്ച് ഭാഗത്തെ താറിങ്ങുകൾ ഇളക്കി മാറ്റിയതായി കാണാം.
ഇപ്പോൾ കാണുന്നത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയാണ്. ആയങ്കോണം ജംഗ്ഷൻ കഴിഞ്ഞാൽ അടുത്ത് തന്നെ 3 അണ്ടർപാസുകളാണ് ഉള്ളത്. ഈ 3 അണ്ടർപാസുകളും പഴയ നാഷണൽ ഹൈവേ 66 നിന്നും മണമ്പൂരിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസ് കൂടുതലും കടന്നു പോകുന്നത് വയലിലൂടെയും ചതുപ്പ് പ്രദേശങ്ങളിലൂടെയും കുന്നിൻ്റെ സൈഡിലൂടെയൊക്കെയാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു പേര് ഈ ഭാഗങ്ങളിലില്ല. ആദ്യത്തെ അണ്ടർപാസ് വരുന്നത് മാടങ്കാവ് ഭാഗത്താണ്. പഴയ നാഷണൽ ഹൈവേ 66 നിന്നും മണമ്പൂർ പോകുന്ന റോഡിലേക്ക് കണക്ട് ചെയ്യാനാണ് ഈ അണ്ടർപാസ്. ഇതൊരു ചെറിയ അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ 2 സൈഡിലെയും ഏറെക്കുറെ ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ അടുത്ത അണ്ടർപാസിലേക്ക് പോകാം. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് അടുത്ത അണ്ടർപാസ് വരുന്നത്. ഇവിടെ ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. ഇനി ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി അണ്ടർപാസിൻ്റെ മറു സൈഡിലേക്ക് പോയി നോക്കാം. ആദ്യത്തെയും രണ്ടാമത്തെയും അണ്ടർപാസുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആറിവാൾ ബ്ലോക്കുകൾക്ക് പകരം കംപ്ലീറ്റായി റീറ്റൈനിങ് വാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. മണമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കും പയ്യൂർക്കാവിലേക്കുമൊക്കെ ഇതുവഴി പോകാവുന്നതാണ്. നേരത്തെ കണ്ട അണ്ടർപാസിനേക്കാളും അല്പം കൂടി വീതി കൂടിയ അണ്ടർപാസാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ അണ്ടർപാസിൻ്റെ മറുവശത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും കംപ്ലീറ്റായി നടന്നിട്ടില്ല.
ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞ് ഉടൻ തന്നെ MLA പാലത്തിൻ്റെ അടുത്തായിട്ട് ഒരു അണ്ടർപാസ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് MLA പാലം അണ്ടർപാസിനും രണ്ടാമതായി കണ്ട അണ്ടർപാസിനും ഇടയ്ക്കുള്ള ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. രണ്ട് സ്ഥലങ്ങളിലും ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. MLA പാലത്തിനടുത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിനോട് ചേർന്ന് ആറിവാൾ ബ്ലോക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ നടന്നിട്ടുള്ളത്. ആലങ്കോടിൽ നിന്ന് മണമ്പൂരിലേക്ക് പോകാനുള്ള ഒരു പ്രധാന റോഡാണ് ഈ അണ്ടർപാസിനകത്തുകൂടി കടന്നു പോകുന്നത്. MLA പാലത്തിലെ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ പോകുന്നത് പാലാങ്കോണം ഭാഗത്തേക്കാണ്. ഇവിടെ നിന്നും കുത്തനെയുള്ള ഒരു കയറ്റമാണ് ഇനിയുള്ളത്. ഇവിടെ വർക്കുകളൊന്നും വലുതായി പുരോഗമിച്ചിട്ടില്ല. ഇവിടെ സർവീസ് റോഡ് രണ്ട് സൈഡിലും വളരെ താഴ്ന്നാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡ് ആറിവാൾ ബ്ലോക്കുകൾ ഉപയോഗിച്ച് ഉയർത്തിയാണ് കടന്നു പോകുന്നത്. പാലങ്കോണം ജംഗ്ഷനിൽ ഒരു ഓവർപാസാണ് വരുന്നത്. ഇവിടെ ഓവർപാസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഗർഡറുകളൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലൂടെ ആലങ്കോട് കടയ്ക്കാവൂർ റോഡാണ് കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു റോഡാണ്. താഴെക്കൂടെ മെയിൻ ഹൈവേയും കടന്നു പോകുന്നുണ്ട്. സർവീസ് റോഡ് രണ്ടും മുകളിലൂടെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ സോയിൽ നെയിലിംഗ് വർക്കുകൾ പുരോഗമിക്കുകയാണ്.
ഇപ്പോൾ പാലാങ്കോണം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡ് 2 സൈഡിലും നിർമ്മിച്ചതായിരുന്നു. മഴയിൽ ഒരു സൈഡിലുള്ള സർവീസ് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോയി. നിങ്ങളിപ്പോൾ കാണുന്ന ഭാഗത്ത് ഒരു വീടുണ്ടായിരുന്നു. 6 മാസത്തിന് മുന്നേ ഉള്ള വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ആ വീട് പൂർണ്ണമായും പൊളിച്ചു മാറ്റി ആ സ്ഥലത്തെ കൂടി മണ്ണിപ്പോൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇനി ഇവിടെ നിന്നും നല്ല രീതിയിൽ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഏകദേശം പൂർണ്ണമായും സർവീസ് റോഡ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നേന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കേണ്ടതാണ്. ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് സോയിൽ നെയിലിംഗ് ചെയ്തതാണ്. ഈ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗം ഉൾപ്പെടെയാണ് മൊത്തത്തിൽ പൊളിഞ്ഞ് താഴേക്ക് പോയത്. ഇനി ഇവിടെ നിന്നും മുന്നോട്ട് പോയി കുടവൂർ കോണം ഭാഗത്തെ വർക്കുകൾ കാണാം. ഇപ്പോൾ കാണുന്നത് കുടവൂർ കോണത്തിനും പാലം കോണത്തിനും ഇടയ്ക്ക് വരുന്ന ഭാഗമാണ്. ഇവിടെ സർവീസ് റോഡുകൾ ഉയർന്നാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡ് താഴെക്കൂടെയും പോകും. ഇവിടെ റോഡിൻ്റെ ഭാഗങ്ങളിൽ സോയിൽ നെയിലിംഗ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഇടത് ഭാഗത്തെ സർവീസ് റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോയതാണ്. ഇപ്പോൾ റീറ്റെയിൻ വാളുകൾ നിർമ്മിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ടെമ്പററിയായി നിർമ്മിച്ച വഴിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കുടവൂർ കോണം ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഇവിടെ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗർഡറുകളാണ് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയും സർവീസ് റോഡുകൾ മുകളിലൂടെയും മെയിൻ റോഡ് താഴെക്കൂടെയുമാണ് പോകുന്നത്.
സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് സോയിൽ നെയിലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കുടവൂർക്കോണത്ത് നിന്നും നേരെ പോകുന്നത് വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിനടുത്തേക്കാണ്. മഴയിൽ പൂർണ്ണമായും ഈ ഭാഗമൊക്കെ ചെളിക്കെട്ടായി മാറിയിരുന്നു. ഇപ്പോൾ പാലത്തിൻ്റെ അടുത്തേക്ക് കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ പോകുന്നതിനായി ടെമ്പററി ആയിട്ടുള്ള റോഡ് ചെയ്തിട്ടുണ്ട്. പാലം എത്തുന്നതിന് മുന്നേ കുറച്ച് പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ചു മാറ്റുന്ന വർക്ക് വളരെ മുന്നേ തന്നെ തുടങ്ങിയതാണ്. കുറേയൊക്കെ പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ മുതൽ താഴേക്ക് കുത്തനെയുള്ള ഇറക്കമാണ്. ടെമ്പററി ആയിട്ടുള്ള വഴിയായതിനാൽ വാഹനങ്ങൾ സൂക്ഷിച്ച് മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. സ്കിഡാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ ഇവിടെ നിന്നും താഴേക്കാണ് കാണിക്കുന്നത്. ബ്രിഡ്ജ് സൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗർഡറുകളെല്ലാം സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്രോസ് ഗർഡറുകളും കാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും നോക്കുകയാണെങ്കിൽ റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്. റീറ്റെയിനിങ് വാളുകൾ ഉയർത്തി മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് മറു സൈഡിൽ നടക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലും റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടെമ്പററി പാലമുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് പോകാൻ എളുപ്പമായിരുന്നു. ഇനി കറങ്ങിയാൽ മാത്രമേ അപ്പുറ സൈഡിൽ എത്തുകയുള്ളൂ. ബ്രിഡ്ജ് സൈറ്റ് മുതൽ മാമം വരെയുള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്നും തിരിച്ച് ആയങ്കോണത്ത് പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആയങ്കോണത്ത് നിന്നും ബ്രിഡ്ജ് സൈറ്റ് വരെ വന്നപ്പോൾ മിസ്സായ ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കാണിക്കാം.
ആയങ്കോണം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ഭാഗത്തെ വീഡിയോ ആയിരിക്കും അടുത്തതായി ഉൾപ്പെടുത്താൻ പോകുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസിലെ വാമനപുരം പാലം മുതൽ മാമം വരെയുള്ള വീഡിയോയും ഉടൻ തന്നെ ആഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.